ഭക്ഷണം കഴിച്ച പാത്രം ഒരാൾ കഴുകി വെച്ചാൽ അതിലിത്ര പരിഹസിക്കാൻ എന്താണ്? അത് പരിഹാസത്തിനും തമാശയ്ക്കും ട്രോളിനും വകയല്ല എന്ന് മാത്രമല്ല, അവനവൻ ഭക്ഷണം കഴിച്ച പാത്രം വൃത്തിയാക്കി വയ്ക്കുന്നത് ഒരു സംസ്കാരവും ഉത്തരവാദിത്തവുമാണല്ലേ. CPIM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഭക്ഷണം കഴിച്ച പാത്രം വൃത്തിയാക്കി വയ്ക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നതിനെ ചൊല്ലി വലിയ കോലാഹലവും ട്രോൾ മഴയും നടക്കുന്നത് കണ്ട് അന്തം വിട്ടു പോവുകയാണ് സ്പോട്ട്ലൈറ്റ്. ഒരു നേതാവ് മാതൃകാപരമായ ഒരു കാര്യം ചെയ്താൽ അതിന്റെ ഒരു ചിത്രം പുറത്തു വന്നാൽ അതിനെ PR പ്രഹസനം എന്ന് ചെറുതാക്കി പരിഹസിക്കേണ്ടതുണ്ടോ? പാചകം ചെയ്യൽ, പാത്രം കഴുകൽ, അടിച്ചുവാരൽ, തുണിയലക്കൽ ഇതൊക്കെ സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണിയൊന്നുമല്ല. ബൗദ്ധികാഭ്യാസം ആവശ്യമുള്ള ഗവേഷണം, അധ്യാപനം, ഓഫീസ് ജോലി, കായികാധ്വാനം വേണ്ടിവരുന്ന പുറംപണികൾ, കൃഷി, വ്യാപാരം, പിന്നെ സ്ത്രീകളുടെയും പൊതുസമൂഹത്തിന്റെയും ആകെ രക്ഷകർതൃത്വം എന്ന് തുടങ്ങിയതൊക്കെയാണോ പുരുഷത്വമുള്ള ജോലികൾ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. സമൂഹം മാറിയിട്ടും മാറാത്ത മാമൂലുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരല്ലേ MA ബേബിക്കെതിരെ പരിഹാസം ചൊരിയുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CPIM ഭവന സന്ദർശന ക്യാമ്പയിനിന്റെ ഭാഗമായി ഇന്നലെ കൊടുങ്ങല്ലൂരിലെത്തിയ MA ബേബി ഒട്ടേറെ വീടുകളിൽ കയറി പാർട്ടി നിലപാടുകളും നയങ്ങളും വിശദീകരിച്ചിരുന്നു. ഇതിനിടെ പ്രാദേശിക നേതാവായ നൌഷാദ് കറുകപ്പാടത്തിന്റെ വീട്ടിലെത്തിയ ബേബി ഭക്ഷണം കഴിച്ചതിനു ശേഷം അടുക്കളയിലെത്തി പാത്രം കഴുകി വെച്ചു. നൌഷാദും ഭാര്യ റഹ്മത്തും തടയാൻ നോക്കിയെങ്കിലും ഭക്ഷണശേഷം പാത്രം കഴുകി വയ്ക്കുന്നത് തന്റെ പതിവാണെന്ന് ബേബി അവരോട് പറഞ്ഞു. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന മറ്റു പ്രവർത്തകരും അവരവർ കഴിച്ച പാത്രം കഴുകി വെച്ചിട്ടാണ് മടങ്ങിയത്. MA ബേബി പാത്രം കഴുകുന്ന ചില ചിത്രങ്ങളും പുറത്തു വന്നു. സ്വന്തം നേതാവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ചിത്രം ആരെങ്കിലും പകർത്തിയെന്നോ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചെന്നോ ഒക്കെ വരും. ഇലക്ഷൻ കാലത്തെ പ്രഹസനം എന്ന് പറഞ്ഞാണ് രാഷ്ട്രീയ എതിരാളികൾ, പ്രത്യേകിച്ചും എതിർപക്ഷത്തെ സൈബർ പടകൾ ബേബിക്കെതിരെ ട്രോളുകളുമായി ഇറങ്ങി പുറപ്പെട്ടത്. ഇതിന് മറുപടിയായി ഇടതുമന്ത്രിമാരും യുവജന നേതാക്കളും സാധാരണ പ്രവർത്തകരും എല്ലാം പിന്നാലെ എത്തി. MA ബേബിയെ അടുത്തറിയാത്തവർക്ക് ഇതൊരു പക്ഷേ പുതിയ കാര്യമായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ രീതി അറിയുന്നവർക്ക് പുതിയതായി ഒന്നുമില്ലെന്ന് നിരവധി പേർ സാക്ഷ്യം പറഞ്ഞു. ഏറെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ MA ബേബി താൻ ഭക്ഷണം കഴിച്ചതിനു ശേഷം പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നത് സാന്ദർഭികമായി പകർത്തിയ പലരും ആ ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അവയ്ക്ക് താഴെയും AI എന്നും പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നും ഒക്കെ പറഞ്ഞ് വില കുറഞ്ഞ തർക്കങ്ങളും പരിഹാസങ്ങളും ഒക്കെ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷവും തുടരുകയാണ്. 2013 തന്റെ വീടിന്റെ പാലുകാച്ചലിന് വന്ന MA ബേബി ആഹാരം കഴിച്ചതിനു ശേഷം പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്ന ചിത്രം പങ്കുവച്ച് ധനുപ്രസാദ് എന്ന സാധാരണ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. MA ബേബിയോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചപ്പോഴൊന്നും അദ്ദേഹം വീട്ടിലുള്ളവരെ കൊണ്ട് സ്വന്തം പാത്രം കഴുകാൻ അനുവദിച്ചില്ല എന്ന് MA റഹീം MPയും എഴുതി. വീട്ടിൽ പാത്രം കഴുകുന്നതും അടുക്കളയിൽ ജോലി ചെയ്യുന്നതും സ്ത്രീകളുടെ മാത്രം ജോലിയാണെന്ന് കരുതിപ്പോകുന്ന പിന്തിരിപ്പൻ മാനസിക അവസ്ഥയാണ് ഇത്തരം വിമർശനങ്ങൾക്കൊക്കെ പിന്നിൽ. പരിഹാസത്തിന് പിന്നിൽ സാംസ്കാരിക ശൂന്യതയും ഫ്യൂഡൽ മനോഭാവവുമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പറയുന്നു. ഡൽഹിയിലെ AKG ഭവനിലായാലും തിരുവനന്തപുരത്തെ AKG സെന്ററിലായാലും മറ്റേത് പാർട്ടി ഓഫീസിലായാലും ഭക്ഷണം കഴിച്ച പാത്രം സ്വയം കഴുകി വയ്ക്കുക എന്നത് തങ്ങളുടെ രീതിയും ശീലവുമാണെന്നും ശിവൻകുട്ടി പറയുകയാണ്. 90കളിൽ ബേബിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്ന കാലത്തെ ഈ ശീലം പരിചിതമാണെന്നും ഞങ്ങളുടെ വീട്ടിൽ വന്നാലും ഭക്ഷണം കഴിച്ചാൽ സ്വയം പാത്രം കഴുകി വയ്ക്കുമെന്നും മന്ത്രി R ബിന്ദുവും പറയുന്നുണ്ട്. അപ്പൊ ഏറെക്കാലം ഇടത് സഹയാത്രികനായിരുന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് പോലും സ്വന്തം അനുഭവം പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. വീട്ടിലായാലും പാർട്ടി ഓഫീസിലായാലും ബേബി ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകി വയ്ക്കാറുണ്ട്. ബേബിയുടെ വീട്ടിൽ ചെന്നപ്പോഴൊക്കെ അദ്ദേഹം ഭക്ഷണം വിളമ്പിത്തരികയും തന്റെ പാത്രം കഴുകുകയും ചെയ്തിട്ടുണ്ട്. ബേബിയുടെ ജീവിത സഖാവായ ബെറ്റി ലൂയിസ് ബേബി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ വീടുകളിൽ സഹായത്തിന് ആരുമില്ലാത്തപ്പോൾ എനിക്കോ മക്കൾക്കോ ആവലാതികളില്ല. ഞങ്ങൾ അറിയാതെയും പറയാതെയും മകനും ബേബിയും വീട്ടിലെ പാത്രങ്ങൾ നല്ല വൃത്തിയായി തന്നെ കഴുകി വച്ചിട്ടുണ്ടാകുമെന്ന്. ഇത്രയും പറഞ്ഞത് ഇതിനാണ്. ഇലക്ഷൻ കാലമാണ് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരം ഒരു വിഷയം ഈ വിധം തർക്കമാകുന്നത് സമൂഹം എന്ന നിലയിൽ നമുക്ക് വലിയ നാണക്കേടാ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ പാചകം ചെയ്യാനും വീട്ടുപണികൾ ചെയ്യാനും കഴിയണം. ജോലി സമയം, മറ്റ് ഉത്തരവാദിത്തങ്ങൾ, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ നോക്കി വീട്ടുജോലികൾ പങ്കിടുക എന്നുള്ളതാണ് ശരി. അതിന് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീടായാൽ കൂടി ഓഫീസായാൽ കൂടി നമ്മൾ ഒത്തുകൂടുന്ന മറ്റ് സാമൂഹിക ഇടങ്ങളാണെങ്കിൽ കൂടി ജോലികൾ പങ്കിട്ട് ചെയ്യുക എന്നത് ഒരു സംസ്കാരത്തിന്റെയും ശീലത്തിന്റെയും ഒക്കെ ഭാഗവുമാണ്. അതിനർത്ഥം ഒരു കല്യാണത്തിനോ വിരുന്നിനോ പോയാൽ അപ്പോഴും കഴിച്ച പാത്രം കഴുകി വെച്ചേ മടങ്ങൂ എന്ന് ശഠിക്കണമെന്നല്ല കേട്ടോ.
ഒരു മാർക്സിസ്റ്റ് ആയതുകൊണ്ട് എം.എ. ബേബിക്ക് വീട്ടുജോലികൾ പങ്കിടുന്നത് സ്വാഭാവികമായും സ്വന്തം ദർശനമായേ തീരൂ. കമ്മ്യൂണിസ്റ്റ് ദാർശനികനായ വ്ളാദിമിർ ലെനിൻ എ ഗ്രേറ്റ് ബിഗിനിങ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: സ്ത്രീ ഇപ്പോഴും വീട്ടുജോലികളുടെ അടിമയായി തുടരുകയാണ്. അധ്വാനത്തിന് വിലയില്ലാത്ത വീട്ടുപണികൾ അവളെ അമർത്തി, ശ്വാസം മുട്ടിച്ച്, സ്വയം ഭാവം നശിപ്പിച്ച് വിലകെട്ടവളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന്. സ്ത്രീയുടെ യഥാർത്ഥ മോചനം സാധ്യമാകുന്നത് വീട്ടുപണികളുടെ സാമൂഹികവൽക്കരണത്തിലൂടെ മാത്രമാകുമെന്നും ലെനിൻ ഇതിന്റെ തുടർച്ചയായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. പൊതുഭക്ഷണശാലകളിലൂടെയും ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലൂടെയും ഒക്കെ സ്ത്രീകളുടെ വീട്ടുജോലി ഭാരം കുറച്ചു കൊടുക്കേണ്ടത് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് വീക്ഷണത്തിൽ വീട്ടുപണി ഒരു അദൃശ്യാധ്വാനമാണ്. കൂലിയില്ലാത്ത, രേഖപ്പെടുത്താത്ത, എണ്ണപ്പെടാത്ത അധ്വാനം. ഈ അദൃശ്യാധ്വാനം മൂലധന കേന്ദ്രീകൃത സമൂഹത്തിന്റെ യുക്തിയാണ്. വീടിനുള്ളിൽ സ്ത്രീ ചൂഷിതയും പുരുഷൻ ചൂഷകനുമാണ്. ഏംഗൽസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദ ഫസ്റ്റ് ക്ലാസ് ഓപ്പറേഷൻ coincides with that of female sex by the male. അങ്ങനെ കുടുംബം സ്ത്രീകളുടെ അടിച്ചമർത്തലിന്റെ കേന്ദ്രമായി മാറുന്നുവെന്ന്. വീടിനുള്ളിലെ സ്ത്രീകളുടെ ജോലി കുറച്ചുകൊടുത്തും പങ്കിട്ടെടുത്തും മാത്രമേ അവളുടെ വിമോചനം സാധ്യമാക്കാനാകൂ. കേരളം ഉയർത്തുന്ന സാക്ഷരതയും സാമൂഹിക വികസന സൂചികകളും കൈവരിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീകളുടെ മേൽ അവളുടെ മാത്രം ദൗത്യമായി ഏൽപ്പിക്കപ്പെട്ട വീട്ടുപണിയുടെ ഭാരത്തിന് മാത്രം കാലത്തിനനുസരിച്ചുള്ള കുറവ് ഇന്നും ഉണ്ടായിട്ടില്ല. ഉത്തരവാദിത്തങ്ങളിലെ തുല്യനീതി ഒരു പക്ഷേ രാജ്യത്തെ മറ്റ് ദേശങ്ങളിൽ നിന്നും ഏറെക്കുറെ മെച്ചപ്പെട്ടതാണെങ്കിൽ കൂടി സ്ത്രീക്കും പുരുഷനും ഇടയിലെ വീട്ടുജോലികളുടെ ഈ അസമവിതരണം ഒരു ദിവസം കൊണ്ട് മാറി മറയുന്നതല്ല. അത് സമൂഹത്തിന്റെ ക്രമേണയുള്ള മാനസിക പരിവർത്തനത്തിൽ കൂടിയേ സാധ്യമാവുകയുള്ളൂ. സമൂഹത്തിൽ സ്വാധീനശേഷിയുള്ളവരുടെ ഇത്തരം ഉദാഹരണങ്ങൾ സത്യത്തിൽ ആ മാറ്റത്തെക്കാൾ ഊർജമാകേണ്ടതാണ്. ആ അർത്ഥത്തിൽ ഇനി ഒരു പക്ഷേ ഇപ്പോ വന്ന ചിത്രം പാർട്ടി പ്രവർത്തകരുടെ PR ആണെങ്കിൽ കൂടി പ്രോത്സാഹിക്കപ്പെടേണ്ട മാതൃകയുമാണ്. എം.എ. ബേബി വർഷങ്ങളായി തുടർന്നു പോകുന്നത് അതിന് സ്പോട്ട്ലൈറ്റിന്റെ സ്നേഹാഭിവാദ്യം. നമുക്കും നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം, പുരുഷന്റേതോ സ്ത്രീയുടേതോ മാത്രമായി ഒരു പണികളും ഇല്ലെന്ന്. ഇത് സ്ത്രീകളുടെ മാത്രം പണിയല്ല എന്ന് നേരിട്ട് പറയുന്നതിന് പകരം ഇത് എല്ലാവരുടെയും പണിയാണ് എന്ന് നമുക്കവർക്കും പറഞ്ഞു കൊടുക്കാം. സമത്വപരവും മാനുഷികവുമായ ബന്ധങ്ങളുടെ രൂപമായി കുടുംബവും സമൂഹവും പരിപൂർണമായും മാറുന്നൊരു കാലം വരട്ടെ. അന്നൊരാൾ പാത്രം കഴുകി വയ്ക്കുന്ന ചിത്രം പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും ആർക്കും വില കുറഞ്ഞ തമാശയ്ക്ക് വിഷയമാകാതെയും വരട്ടെ. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.